വളരെ ചാരുദാർഥ്യമുണ്ട്. ഈ സായാഹ്ന വേളയിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് അനേക ദൈവമക്കള് വളരെ ആർത്തിയോടെ എന്താണ് ഇവിടെ നടക്കുന്നത്, എന്താണ് പഠിപ്പിക്കുന്നതെന്ന് കേൾക്കുവാനായിട്ട് കൂടി വന്നതിൽ നമുക്ക് ഇങ്ങനെയുള്ള വേദികൾ ഒരുക്കി തരുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മുസ്ലിം സഹോദരങ്ങളാണ്. അവർ ഇതേപോലുള്ള വേദികൾ നമുക്ക് വേണ്ടി ഒരുക്കി തരുന്നതിൽ അവരോടുള്ള പ്രാരംഭമായിട്ടുള്ള നന്ദിയെ ഞാൻ അറിയിക്കുകയാണ്. ഒരുപക്ഷേ ക്രൈസ്തവ സമൂഹത്തിന് തീരെ താല്പര്യമില്ലാതിരുന്ന ഈ വിഷയങ്ങളെക്കുറിച്ച് പഠിക്കുവാനും മറ്റുള്ളവരെ പഠിപ്പിക്കുവാനും അത് മുഖാന്തരം അനേകരുടെ കുരുട്ട് കണ്ണുകളെ തുറന്ന് ജീവന്റെ മാർഗത്തിലേക്ക് അനേകരെ ആനയിക്കുവാനും ഈ വേദികളൊക്കെ ഉപകാരപ്പെടുന്നു എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യമുള്ള ഹൃദയത്തോടെ ഞാൻ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ ശുശ്രൂഷയ്ക്ക് ഇവിടെ ചുമൽ കൊടുത്ത എല്ലാ ദൈവമക്കളെയും സ്വർഗത്തിലെ അപ്പൻ അനുഗ്രഹിക്കട്ടെ, സമൃദ്ധിയായ പ്രതിഫലം നിങ്ങൾക്ക് തരട്ടെ. നിങ്ങളുടെ അധ്വാനം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞ് നാൾക്ക് നാൾ ഇതേപോലെയുള്ള പരിപാടികൾ ഇനിയും സംഘടിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരു പക്ഷെങ്കിൽ പ്രിയപ്പെട്ട റിജി ബ്രദറും അതുപോലെ ബ്രദർ അനിൽകുമാറും ഞാനും ഒക്കെ ഞങ്ങളെ പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള മീറ്റിങ്ങുകൾ നടത്തിക്കഴിഞ്ഞ് വേറെ സ്ഥലങ്ങളിലേക്ക് എങ്ങനെ പോകുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് മുന്നോടിയായിട്ട് ഇതുപോലുള്ള വേദി ഒരുക്കി തരാൻ വേണ്ടിയിട്ട് ഈസാ മുഹമ്മദിനെ പോലുള്ള സഹോദരന്മാർ പോകാറുണ്ട്. അതുകൊണ്ട് അവിടുത്തെ സഹോദരന്മാർക്ക് നമ്മളെ വിളിച്ച് ഇതേപോലുള്ള ശുശ്രൂഷ ചെയ്യുവാനുള്ള താല്പര്യം പ്രകടിപ്പിക്കുന്നു. അതും വളരെ സന്തുഷ്ടകരമാണ്. ഈസാ മുഹമ്മദ് തുടരണമേ എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. താങ്കളുടെ സംവാദങ്ങൾ കേരള ചരിത്രത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് ഒരു മുതൽക്കൂട്ടാണ്. അതുകൊണ്ട് രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്ന്, അന്ധകാരത്തിൽ കഴിയുന്ന താങ്കളുടെ ജനത നിത്യ വെളിച്ചമായിരിക്കുന്ന സത്യപ്രകാശമായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ മഹത്വവും മനോഹരത്വം കണ്ടെത്തുവാനായിട്ട് ഇടയായിത്തീരുന്നു. രണ്ട്, ക്രൈസ്തവ സമൂഹത്തിന് തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുവാനും തിരുവചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിലെ മർമ്മങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ആത്മീയമായിട്ട് വളരുവാനും സാധിക്കുന്നു. അതിന് താങ്കളെ ദൈവം ഒരു മുഖാന്തരമായിട്ട് ഉപയോഗിക്കുന്നു. ചില സമയത്തൊക്കെ പൈശാചികനെ പോലും ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി അനുകൂലമാക്കാറുണ്ടല്ലോ, അതുപോലെ പ്രിയപ്പെട്ടവരെയും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് നന്ദിയോടെ ഓർക്കുവാൻ കഴിയുന്ന കാര്യമാണ്. ഈസ, യേശു, ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ പ്രിയപ്പെട്ട റജി ബ്രദർ ചുരുക്കമായിട്ട് പറയുകയുണ്ടായ സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ ആ തലത്തിൽ നിന്ന് തന്നെ തുടരുകയാണ്. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന യേശു ക്രിസ്തു അല്ല ഖുറാനിലുള്ള ഈസ എന്ന് ഈ അടുത്ത സമയം വരെ ക്രൈസ്തവ സമൂഹം വിശ്വസിച്ചിരുന്നില്ല. ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന സമൂഹത്തിലെ സഭകളിലെ മത അധ്യക്ഷന്മാരൊക്കെയും ചിന്തിച്ചുകൊണ്ടിരുന്നത്, ഒരുപക്ഷെ അതിനെക്കുറിച്ച് ഗ്രാഹ്യമില്ലാതിരുന്നതിനാൽ മനസ്സിലാക്കി വെച്ചിരുന്നത്, ഖുറാനിൽ പോലും യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, പരിശുദ്ധ മാതാവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, എത്ര ഉന്നതമായിട്ടാണ് മാതാവിനെ കുറിച്ച് ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ അനേക സഭാ നേതൃത്വ നിരയിൽ നിൽക്കുന്ന ആളുകൾ പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനും ആരംഭ സമയത്തൊക്കെ അങ്ങനെ ചിന്തിച്ചു പോയിരുന്നു. എന്നാൽ പിന്നീടാണ് യേശു ക്രിസ്തുവിന്റെ ദൈവികത്വവും യേശു ക്രിസ്തുവിന്റെ മനുഷ്യത്വവും ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ആഴമായിട്ട് പഠിച്ചപ്പോൾ ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന ഈസയും ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന യേശുവും തമ്മിൽ ഇരുളും വെളിച്ചവും പോലെയുള്ള വ്യത്യാസമുണ്ട് എന്ന് മനസ്സിലായത്. ഇരുട്ടും വെളിച്ചവുമാണ്. യേശു ക്രിസ്തു സാക്ഷാ ലോകത്തിന്റെ വെളിച്ചമാണ്. എന്നാൽ ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന ഈസയാകട്ടെ ഇരുട്ടിന്റെ പ്രതീകവുമാണ്. അതെങ്ങനെയെന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ ഇനി ഞാൻ ഖുറാനിലേക്ക് ഒന്ന് ഊളിയിടാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഖുറാനിലെ ആലും ഇതാണ് ഖുറാൻ. നിങ്ങളെ പല സഹോദരങ്ങൾ, പ്രത്യേകിച്ച് കോട്ടയംകാർക്കൊന്നും ഇതിനെക്കുറിച്ച് യാതൊരു ഗ്രാഹ്യവും ഇല്ലെന്നുള്ളത് പല സന്ദർഭത്തിലും ഇവിടെ കൺവെൻഷനിലൊക്കെ ഞാൻ വന്ന് പ്രസംഗിച്ച സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അവർ ചോദിക്കാറുണ്ട്, ഇതൊക്കെ കിട്ടുമോ, ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊക്കെ. ഇത്രയുള്ള സാധനം 6666 ആയത്തുകളായിരുന്നു മൊത്തത്തിലുണ്ടായിരുന്നത്. അതിൽ 400 ചില്ലുവാനും ആയത്തുകൾ ആയിഷ ബീബിയുടെ, അതായത് മുഹമ്മദ് നബിയുടെ ഏറ്റവും ഇളയ ഭാര്യയുടെ, മുഹമ്മദ് നബിക്ക് 51 വയസ്സുള്ളപ്പോൾ അദ്ദേഹം വിവാഹം കഴിച്ചതായ 6 വയസ്സ് മാത്രം പ്രായമുള്ള ആയിഷയുടെ ആട് കടിച്ച് 400 ചില്ലുവാനും ആയത്തുകൾ പോയി ബാക്കിയുള്ള ആയത്തുകൾ അടങ്ങിയിരിക്കുന്ന ഒരു ഗ്രന്ഥമാണിത്. അപ്പൊ ഈ ഗ്രന്ഥത്തില് പറഞ്ഞിരിക്കുന്നത് വായിച്ചാൽ മനസ്സിലാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എനിക്കറിഞ്ഞുകൂടാ. ഞാനും പലപ്പോഴും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ചില കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാകാതെ പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരേ വീട്ടിൽ നിന്ന് ഒരേ ഉമ്മയും മകളെയും വിവാഹം കഴിക്കാമെന്ന് പറയുന്ന ആയത്ത് പോലും ഇതിനകത്തുണ്ട്. ഉമ്മയും മകളെയും, അതായത് ഞാനിപ്പോൾ
എൻ്റെ ഒരു ഭാര്യയായിട്ടൊരു സ്ത്രീയെ എടുത്താൽ അവർക്കൊരു മകളുണ്ടെങ്കിൽ ആ മകളെ കൂടെ എനിക്ക് വിവാഹം കഴിക്കാമെന്ന് അനുവാദം തരുന്ന ലോകത്തിലെ ഏക ഗ്രന്ഥം ഇത് മാത്രമാണ്. അപ്പൊ പിന്നെ അങ്ങനെയുള്ള ഈ ഗ്രന്ഥത്തിന്റെ ചാരിത്ര്യമൊന്നും പറയേണ്ട ആവശ്യമില്ല ആരോടും. പലതും ഉണ്ട് അതുപോലെ പറയാൻ. സൂറ 33 വായിച്ചു കഴിഞ്ഞാൽ അതിനേക്കാളും മനോഹരമായ പല കാര്യങ്ങളും കേൾക്കാം. അപ്പോൾ വിശുദ്ധ ബൈബിള് 1600 പരം വർഷങ്ങൾ കൊണ്ട് 40 പരം എഴുത്തുകാര് ലോകത്തിന്റെ വിവിധ വൻകരകളിൽ ഇരുന്ന് എഴുതിയിട്ടും അത് ഒരു നൂൽക്കണ്ണി പോലെ ഒരുമിച്ച് ചേർക്കപ്പെട്ടിരിക്കുന്ന ഇത്ര മനുഷ്യനെ സ്നേഹിക്കുന്ന ദൈവത്തെക്കുറിച്ചും സ്നേഹിക്കുക മാത്രമല്ല മനുഷ്യനെ രക്ഷിക്കുകയും അവനെ നിത്യതയുടെ അനുഭവത്തിലേക്ക് സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നതായ ഈ വചനത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ അതിരം കൊണ്ട് പാപം ചെയ്തു പോകുമോ എന്ന് പോലും ഞാൻ ഭയപ്പെടുകയാണ്. എങ്കിലും പറയാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ, പറയിക്കുകയാണല്ലോ, അതുകൊണ്ട് പറഞ്ഞേ പറ്റുള്ളൂ. സൂറ ആലും ഇമ്രാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3-ാമത്തെ അധ്യായം ഖുറാനിൽ നിന്നാണ് ഇനിയും പറയുന്നത്. ഞാൻ മലബാറിൽ നിന്നാണ് വന്നത്. ഇന്ന് രാവിലെ 2 സഭാ ശുശ്രൂഷ കഴിഞ്ഞിട്ട് 2 പള്ളികളിലെ ശുശ്രൂഷ കഴിഞ്ഞിട്ട് 6 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. എൻ്റെ ആയിട്ടുള്ള ക്ഷീണമുണ്ടെങ്കിലും പ്രിയപ്പെട്ട ജെറിയും അതുപോലെ അനിലും ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെയും ഹൃദയത്തിൽ ആവേശം കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുക തന്നെയല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വവും മനോഹരത്വം എവിടെല്ലാം ഉയർത്താൻ കഴിയുമോ അവിടെല്ലാം അതിനെക്കുറിച്ച് പറയുവാൻ, തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുവാനുള്ള അവസരങ്ങളെ ഉപയോഗിക്കുവാനും ദൈവം ഇടയാക്കുന്നു. ആലും ഇമ്രാൻ 3-ാം അധ്യായത്തിന്റെ 84-ാം വാക്യത്തിൽ നബിയെ പറയുക, അള്ളാഹുവിലും ഞങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ, അതായത് ഖുറാനിലും, ഇബ്രാഹിം, ഇസ്മായിൽ, ഇസ്ഹാഖ്, യാക്കൂബ് സന്തതികൾ എന്നിവർക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും മൂസയ്ക്കും ഈസയ്ക്കും മറ്റു പ്രവാചകന്മാർക്കും ഞങ്ങൾ രക്ഷിതാവിൽ നിന്ന് നൽകപ്പെട്ടതിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അവരുടെ ഇടയിൽ ആരുടെ ഇടയിലും ഞങ്ങൾ വിവേചനം കൽപ്പിക്കുന്നില്ല. ഞങ്ങൾ അല്ലാഹുവിന് കീഴ്പ്പെട്ടവരാകുന്നു. അതായത് ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന നബിമാരുടെ പേരുകൾ പ്രിയപ്പെട്ട റജി ഓർപ്പിച്ചു. ആ പേരുകള് പലതും ബൈബിളിലെ പേരുകളാണ്. ബൈബിളിലെ പ്രവാചകന്മാരാണ് ഖുറാനിലെ പ്രവാചകന്മാരും. ഇത് രണ്ടും ഒന്നാണ് എന്ന് വരുത്തുവാൻ വേണ്ടിയുള്ള ഗൂഢമായൊരു തന്ത്രം. കാരണം അള്ളാഹു തന്ത്രം മെനയുന്നതിൽ ഏറ്റവും പ്രഗത്ഭനാണെന്ന് ഖുറാനിൽ തന്നെ പറയുന്നുണ്ട്. അപ്പൊ തന്ത്രജ്ഞാനിയായിരിക്കുന്ന അള്ളാഹു മെനഞ്ഞെടുത്തായിട്ടുള്ള ഒരു കാര്യമാണ് പഴയ നിയമത്തിലെ പ്രവാചകന്മാരുടെയും പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന യോഹന്നാന്റെ ഒക്കെ പേരുകളെ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ അത് കേൾക്കുമ്പോൾ ക്രൈസ്തവർ അങ്ങ് പച്ചയ്ക്ക് വിഴുങ്ങിക്കോളുമെന്ന് വിചാരിച്ച് അങ്ങനെ ഉണ്ടാക്കിയതാണ്, കൂട്ടിവെച്ചതാണ്. എന്നാൽ 3-ന്റെ 50-ഉം അതിന്റെ 48-ഉം ആയത്തെന്ന് പറഞ്ഞാൽ വാക്യങ്ങൾ, അത് വായിക്കുന്ന സമയത്ത് അവിടെ കാണുന്നത് ഈസായുടെ ഹവാരികൾ എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാർ, അവർ മുസ്ലിങ്ങളായിരുന്നു എന്നാണ്, ഇസ്ലാം ആയിരുന്നു എന്നാണ്. അപ്പൊ ഇസ്ലാം ആയിരിക്കുന്ന ഒരു ഈസായെയാണ് ഖുറാനിൽ പരിചയപ്പെടുത്തുന്നത്. അല്ലാതെ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരേ സമയം ദൈവവും ഒരേ സമയം മനുഷ്യനുമായിരിക്കുന്ന സത്യസ്വരൂപനായിരിക്കുന്ന ദൈവത്തെക്കുറിച്ചല്ല. അതുകൊണ്ട് തന്നെ ഈ വ്യത്യാസം ഏതെല്ലാം തലത്തിൽ നമുക്ക് ഖുറാന്റെയും ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ കാണാമെന്ന് പരിശോധിക്കുകയാണ്. ഒന്നാമതായിട്ട് നേരത്തെ ഓർപ്പിച്ചതുപോലെ തന്നെ ഫിലോളജിക്കലി, ഭാഷാശാസ്ത്രപരമായിട്ട് ഈസയും യേശുവും രണ്ടും രണ്ടാണ്. ഈസ എന്ന വാക്കിന് ഫലീഖ് സലാം എന്ന് പറയുന്ന ഒരു അറബി പണ്ഡിതൻ കൊടുത്തിരിക്കുന്ന അർത്ഥം, ഖുറൈശികളുടെ ഇടയിൽ ഈസ എന്ന വാക്കിന് 2 അർത്ഥം അദ്ദേഹം പറയുന്നുണ്ട്. സലാമും പറയുന്നുണ്ട്, ഫാലിക്കും പറയുന്നുണ്ട്, 2 അർത്ഥങ്ങൾ പറയുന്നുണ്ട്. അതിലൊരു കൂട്ടര്, ഖുറൈശികളിൽ ഒരു കൂട്ടര് വിശ്വസിക്കുന്നത് ഈസ എന്ന വാക്കിന്റെ അർത്ഥമായിട്ട് കാട്ടുകഴുതയുടെ മൂത്രം എന്നാണ്, കാട്ടുകഴുതയുടെ മൂത്രം. വേറൊരു കൂട്ടര് അതിനെ പോയിസൺ അല്ലെങ്കിൽ വിഷം എന്നാണ് അർത്ഥമാക്കിയിരിക്കുന്നത്. എന്തുകൊണ്ട് ആ അർത്ഥം വന്നു, ആ പേര് ഖുറാനിലേക്ക് എടുത്തു? അതിന്റെ കാരണം ഈസാന് മൂസ എന്ന് താളാത്മകമായിട്ട് പറയാൻ കാരണം ഖുറാൻ എഴുതിയിരിക്കുന്നത് താളാത്മകമായിട്ടാണ്. സാധാരണക്കാരന് വായിച്ചാലൊന്നും മനസ്സിലാകുകയില്ല. ഞങ്ങളെ പോലെയുള്ള അത് താളത്തിൽ ചൊല്ലാൻ കഴിയുന്ന ആളുകൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഞാൻ ആരംഭത്തിൽ പറഞ്ഞ നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞങ്ങളല്ല ഉത്തരവാദികൾ, നിങ്ങൾ തന്നെ. കാരണം താളാത്മകമായിട്ട് ചൊല്ലാൻ നിങ്ങൾ പഠിച്ചിട്ടില്ലല്ലോ. അപ്പൊ താളാത്മകമായിട്ട് ചൊല്ലിയാലേ അതിന്റെ ഉത്തരം കിട്ടുള്ളൂ. മാത്രമല്ല ഖുറാൻ 7 രീതിയിൽ ചൊല്ലാമെന്ന, 7 രീതിയിൽ. നിങ്ങളൊന്ന് ചിന്തിച്ചോണേ. ഒരേ ആയത്ത്, ഞാനിപ്പോ നേരത്തെ ഇവിടെ വായിച്ച ആയത്ത് 7 രീതിയിൽ ചൊല്ലുമ്പോൾ, അതിന് താളാത്മകമായിട്ട് ചൊല്ലുമ്പോൾ അതിന്റെ അർത്ഥവ്യത്യാസങ്ങൾ എത്ര വലുതായിരിക്കും. ഉദാഹരണമായിട്ട് ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഒരു നാടകം അഭിനയിക്കാന്ന് വിട്ടു. ആ അഭിനയിക്കുന്ന കൂടുതൽ എൻ്റെ ഭാര്യയുടെ, എൻ്റെ മകനെക്കുറിച്ച് ഞാൻ കഥാപാത്രമായിട്ട് പറയുകയാണ്. എൻ്റെ മകനെന്ന കഥാപാത്രത്തെക്കുറിച്ച് എൻ്റെ ഭാര്യ എന്ന കഥാപാത്രത്തോട് ഞാൻ പറയുകയാണ്. എങ്കിലും അവൻ എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ, അവിടെ വെച്ച് പറഞ്ഞല്ലോ, അവിടെ വെച്ച് അപ്പോൾ പറഞ്ഞല്ലോ. എങ്കിലും അവനെന്നുള്ളതാണ് ഞാൻ സ്ട്രെസ് ചെയ്തത്. ഉടനെ എൻ്റെ ഭാര്യ ചോദിക്കുന്ന മറുപടി എന്തായിരിക്കും? ഓ, അവനല്ലയോ, നിങ്ങളുടെ മോനല്ലയോ, അവനൊക്കെ പറഞ്ഞെന്നിരിക്കും, സാരമില്ലെന്നേ.
രണ്ടാമത്തെ അതേ വാക്ക് തന്നെ, എങ്കിലും അവൻ എന്നോട് അവിടെ വെച്ച് അങ്ങനെ പറഞ്ഞല്ലോ. മറുപടി എന്തായിരിക്കും? നിങ്ങളോടല്ലേ പറഞ്ഞത്, സാരമില്ലതെ അങ്ങ് ക്ഷമിക്കുക. മൂന്നാമത്തെ ഡയലോഗ്, എങ്കിലും അവൻ എന്നോട് അവിടെ വെച്ച് അങ്ങനെ പറഞ്ഞല്ലോ. എന്തായിരിക്കും മറുപടി? മറുപടി വരുന്നത് എവിടെ വെച്ച് പറഞ്ഞെന്നാ. വ്യത്യാസം കണ്ടോ? ഒരേ സെന്റൻസ് അത് താളാത്മകമായിട്ട് പറയുമ്പോൾ അതിന് സ്ട്രെസ് കൊടുത്ത വിധത്തിൽ ഖുർആൻ ചൊല്ലാമെന്നാണ് പറയുന്നത്. അപ്പം 7 അർത്ഥങ്ങൾ ഓരോ വാക്യത്തിനും കൽപ്പിക്കാം. അതല്ലേ ശരി സാറേ? ആണോ അല്ലയോ? ആണ്. പ്രൊഫസേഴ്സിനോട് ചോദിച്ചാൽ അവർക്ക് വ്യക്തമായിട്ട് പറയാൻ ഉത്തരവുണ്ട്. അതുകൊണ്ട് ഖുർആൻ എന്ന് പറയുന്ന ഈ വസ്തുവിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഈസ എന്ന് പറയുന്നത് ആരാണ്? ഫിലോളജിക്കലി ഞാൻ പറഞ്ഞു, കാട്ടുകഴുതയുടെ മൂത്രം എന്നർത്ഥം വരുന്ന വ്യക്തിയെ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. മാത്രമല്ല പോയിസൺ എന്നർത്ഥം വരുന്ന വ്യക്തിയെ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. യെശൂഹ് എന്ന് പറയുന്ന വ്യക്തിയെ ഞങ്ങൾക്കറിയാം. അത് നേരത്തെ ജെറി ബ്രദറോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. യഹോവ രക്ഷകൻ, രക്ഷിക്കുന്നവനായ യഹോവ. പഴയ നിയമത്തിൽ യഹോവയാം ദൈവം തന്റെ ജനത്തെ ഏതെല്ലാം പ്രകാരത്തിൽ സന്ദർശിക്കുകയും അവരുമായിട്ട് ഇടപെടുകയും ചെയ്തു, അപ്പോഴൊക്കെയും യഹോവയുടെ നാമവുമായിട്ട് അതിനെ ബന്ധപ്പെടുത്തിയിരുന്നു. ഉദാഹരണത്തിന് യഹോവ തിഷ്കനെ, യഹോവ നിശി, യഹോവ ജൈരെ, നമുക്കറിയാം അതിന്റെ അർത്ഥങ്ങൾ. ഇതൊക്കെ ദൈവത്തിന്റെ പ്രവൃത്തികളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അതേപോലെ തന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ മനുഷ്യവർഗത്തെ തന്റെ വാക്കിനാൽ തന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചവനായ ആ ദൈവം അവരെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ലോകത്തിലേക്ക് ഇറങ്ങി വന്ന അവന്റെ പേരാണ് യഹോവ രക്ഷകൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കോട്ടയം പട്ടണംകാരൊന്നും സ്വതന്ത്രം പറയലെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങൾ മലബാറിലൊക്കെയാണ് പറയും ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനെ രക്ഷിക്കാൻ, പാപത്തിൽ നിന്ന് രക്ഷിച്ച് നിത്യസ്വർഗത്തിൽ തന്നോടൊപ്പം ഇരുത്തുവാൻ വേണ്ടി വന്നതുകൊണ്ടാണ്, യഹോവ രക്ഷകനായി വന്നതുകൊണ്ടാണ് അവൻ യേശു എന്ന് പേരിടണമെന്ന് പറഞ്ഞത്. അത് മലക്ക് പറഞ്ഞു കൊടുത്ത പേരാ. മലക്ക് പറഞ്ഞു കൊടുത്ത, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ മാലാഖ വന്ന് പറഞ്ഞു കൊടുത്ത, അല്ലാതെ മനുഷ്യരെ ചീട്ടിട്ട് കണ്ടെത്തിയതല്ല. അങ്ങനെ ചീട്ടിട്ട് കണ്ടെത്തുന്ന പരിപാടികളൊക്കെ ഖുർആനിലുണ്ട്. അങ്ങനത്തെ പരിപാടി അല്ല ഇത് സ്വർഗത്തിലെ ശരിയായ മലക്ക് ജാബ്രിയേൽ എന്നുള്ള ഒരാളാണ് വന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തതെന്നുള്ളത് വേറൊരു ഹദീസിലുണ്ട്. അപ്പൊ ജാബ്രിയേൽ എന്ന് പറയുന്ന വേറൊരു വ്യക്തിയാണ്. അങ്ങേര് വന്ന് പലപ്പോഴും പറഞ്ഞു എന്ന് മാത്രമല്ല, മലക്ക് തികഞ്ഞ ആൾരൂപത്തിൽ വന്നുണ്ടായതായിട്ടാണ് പിന്നീട് താഴോട്ട് നമ്മൾ വായിക്കുകയും ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം കൂടെ ഞാൻ കൂട്ടിക്കുഴച്ച് പറയുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഖുർആൻ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നിങ്ങൾക്കൊന്നും മനസ്സിലാകില്ല ഞാൻ പറയുന്നത്, അതുപോലെയുള്ളത് വായിച്ചു കഴിഞ്ഞാലും. എങ്കിലും ഞാൻ വ്യക്തമായിട്ട് പറയാം. അപ്പോൾ ഫിലോളജിക്കലി ഭാഷാശാസ്ത്രപരമായിട്ട് നമുക്ക് ഈസായെ അറിഞ്ഞുകൂടാ. രണ്ടാമതായിട്ട് യേശുക്രിസ്തുവിന്റെ വംശാവലിപരമായിട്ട്, യേശുവിന്റെ ജീനിയോളജിപരമായിട്ട്, വംശാവലിപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറയാറുണ്ട്, കന്യാമാതാവിനെ കുറിച്ച് ഖുറാനിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു സൂറ തന്നെ ഉണ്ടല്ലോ, ഒരു അധ്യായം തന്നെ ഉണ്ടല്ലോ, സൂറ 19. അവിടെ എന്താ പറയുന്നത് അറിയാമോ? അവിടെ പറഞ്ഞിരിക്കുന്ന ആ മറിയം എന്ന് പറയുന്ന വ്യക്തി അതാരാണ് എന്ന് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയും. 3 ഭാഗത്ത് ഈ മറിയത്തെക്കുറിച്ച് പറയുമ്പോൾ ആ 3 ഭാഗത്തും 3 പേരിലാണ് അഡ്രസ് ചെയ്തിരിക്കുന്നത്. ഒന്ന്, അഹറൂന്റെ സഹോദരി. 2, ഇമ്രാന്റെ മകൾ. ഇമ്രാന്റെ മകൾ എന്ന് 2 പ്രാവശ്യം എടുത്തു പറയുന്നുണ്ട്. അഹറൂന്റെ സഹോദരി എന്ന് ഒരിടത്ത് പറയുന്നുണ്ട്. അത്തരീം എന്ന് പറയുന്ന 66-ാം അധ്യായത്തിലും, അതുപോലെ സൂറ 3-ലും അല്ലെങ്കിൽ അലും ഇമ്രാൻ അതിലും, സൂറ മറിയം 19-ാം അധ്യായത്തിലും ഈ പേരുകൾ എടുത്ത് പറയുന്നുണ്ട്. അപ്പം അഹറൂന്റെ സഹോദരിയും ഇമ്രാന്റെ മകളും എന്ന് പറയുമ്പോൾ, ഇമ്രാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന അമ്രാം. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന അമ്രാം ആരാ? അദ്ദേഹം പറഞ്ഞാട്ടെ, ദൈവമക്കൾ പറഞ്ഞാട്ടെ, അമ്രാം ആരാണ്? അമ്രാമിന്റെ മക്കളുടെ പേരെന്ന് പറഞ്ഞേ. മോശ, അഹരോൻ, മിറിയാം. മോശ, അഹരോൻ, മിറിയാം. അഹരോന്റെ സഹോദരി എന്ന് പറയുമ്പോൾ അതാരാ? മിറിയം. അപ്പോൾ ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന മറിയം അദ്ദേഹത്തിന് പിഴവ് പറ്റിയതാണോ, അക്ഷരാഭ്യാസം ഇല്ലാഞ്ഞത് കൊണ്ടുണ്ടായ കുഴപ്പമാണോ, ജബ്രിയേലിനെയും പറഞ്ഞു കൊടുത്തത് മുഴുവനും കേൾക്കാഞ്ഞിട്ടാണോ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അത് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന മറിയത്തെക്കുറിച്ചാണ്. ആ മറിയത്തിന് ഈസ എന്ന് പറയുന്ന ഒരു മകൻ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിന് വ്യക്തമായ ഉത്തരവില്ല. അവർക്ക് ഉത്തരവുണ്ടെങ്കിൽ അവർ പറയട്ടെ. അപ്പോൾ മറിയം എന്ന് അവർ പറഞ്ഞിരിക്കുന്ന, അവരുടെ ഖുറാനിലെ മറിയം എന്ന് പറയുന്നത് വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന
പരിശുദ്ധ മാതാവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത വ്യക്തിയാണ്. അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ വംശാവലിപരമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന പോലെയല്ല അവർ ഈസായെ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ആ ഈസായെ നമുക്ക് അറിഞ്ഞുകൂടാ. മാത്രമല്ല, ഈസ അഹറൂന്റെയും ലേവ്യരുടെയും ഗോത്രത്തിലാണല്ലോ അപ്പം ജനിക്കേണ്ടിയിരുന്നത്, അല്ലേ? ഇമ്രാന്റെ മകളാണെങ്കിൽ, ആ മകളുടെ മകനാണെങ്കിൽ തീർച്ചയായിട്ടും ഏത് ഗോത്രമായിരിക്കും? ലേവി ഗോത്രത്തിലാണ്. എന്നാൽ യേശു ക്രിസ്തു ജനിച്ച ഏത് ഗോത്രത്തിലാണ്? ഉറക്കെ പറഞ്ഞാട്ടെ. ദൈവമക്കൾ കോട്ടയംകാർ ഭയങ്കര ശക്തരാണെന്നൊക്കെ പൊതുവെ മലബാറുകാർ പറയാറുള്ളത്. ഉറക്കെ പറഞ്ഞാട്ടെ. യഹൂദ ഗോത്രം. യഹൂദ ഗോത്രം ഏത് ഗോത്രമാണ്? എന്തിനെ പ്രതിപാദിക്കുന്നതാണ്? രാജകീയ ഗോത്രമാണ്. അതേസമയം ലേവി ഗോത്രമോ പൗരോഹിത്യ ഗോത്രമാണ്. അപ്പോൾ യേശു ക്രിസ്തു പൗരോഹിത്യ ഗോത്രത്തിലാണോ ജനിച്ചത്? രാജകീയ ഗോത്രത്തിലാണോ ജനിച്ചത്? അപ്പോൾ യേശു ക്രിസ്തു എന്ന് പറയുന്ന നാം വിശ്വസിക്കുന്ന പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിട്ടുള്ളവനും ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന ഈസയുമായിട്ട് പുലബന്ധമില്ല. മൂന്നാമത്തെ തെളിവ്, യേശു ക്രിസ്തുവിന്റെ ജനനസ്ഥലത്തെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ജോഗ്രഫിക്കൽ ഡിഫറൻസിയേഷൻസ്, യേശു ജനിച്ചതായ സ്ഥലം ഖുറാനിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന ഈന്തപ്പനയുടെ ചുവട്ടിലാണ് ഈസായെ ജനിച്ചത്, ഈന്തപ്പനയുടെ ചുവട്ടിലാണ് ഈസായെ പ്രസവിച്ചത് എന്നാണ്. എന്നാൽ വിശുദ്ധ ബൈബിളിൽ യേശു ക്രിസ്തു എവിടെയാണ് ജനിക്കുക എന്ന് മനുഷ്യനായി ലോകത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ തന്റെ പ്രവാചകന്മാരിലൂടെ താൻ അരുളി ചെയ്തതിന് ശേഷമാണ് താൻ ഈ ലോകത്തിലേക്ക് ജാതം ചെയ്തത്. ആ വരവിനെ കുറിച്ചുള്ള പഴയ നിയമ പ്രവചനങ്ങളുടെ പൂർത്തീകരണമായിട്ട് മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, ഹേരോദാവിന്റെ കാലത്ത് യേശു എവിടെ ജനിച്ചു? ബേത്ലഹേമിൽ ജനിച്ചു. യേശു ബേത്ലഹേമിൽ ജനിച്ചു. എന്നാൽ ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന ഈസ ജനിച്ചിരിക്കുന്നത് ഒരു അറബി നാടിന്റെ പ്രതീകത്തിലാണ്. മാത്രമല്ല, ഈ ഈസ ജനിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഈസായെക്കുറിച്ചുള്ള ആ കാര്യങ്ങൾ ദൂതൻ വന്ന് പറയുന്നതിന് മുമ്പായിട്ട് മറിയം തന്നെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് മാറി പാർക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. മാറി പാർത്തിട്ട് അവരൊരു മറയുണ്ടാക്കി പാർക്കുകയാണ്, ആരും കാണാതിരിക്കാൻ. അപ്പോൾ നാം നമ്മുടെ മലക്കിനെ അവരുടെ അടുക്കലേക്ക് ഒരു തികഞ്ഞ ആൾ രൂപമായി അയക്കുകയും അങ്ങനെ ആ തികഞ്ഞ ആൾ രൂപത്തെ കണ്ടപ്പോൾ മറിയ പറയുകയാണ്, താങ്കളിൽ നിന്ന് നാം എൻ്റെ രക്ഷിതാവിലേക്ക് അഭയം തേടുകയാണ്. താങ്കൾ ഒരു നല്ല മനുഷ്യനാണെങ്കിൽ എന്നെ ഉപദ്രവിക്കരുതേ. അപ്പോൾ ഈ തികഞ്ഞ ആൾ രൂപത്തിൽ വന്ന മനുഷ്യൻ പറയുന്ന മറുപടിയാണ് അടുത്തത്. അതിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്, നാം രക്ഷിതാവിങ്കിൽ നിന്ന് നിനക്കൊരു സദ്വർത്തമാനവുമായിട്ട് വന്നിരിക്കുകയാണ്, കാര്യം നിറവേറപ്പെടുക തന്നെ ചെയ്യും. അതിന്റെ 22-ാം ആയത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, അങ്ങനെ അവൾ ഗർഭം ധരിച്ചു. ബൈബിളിൽ അങ്ങനെയാണോ? ആണോ? യേശു ക്രിസ്തുവിന്റെ ജനത്തെ കുറിച്ച് അങ്ങനെയാണോ? ഇനിയും സൂറ അൽ-ഇമ്രാനിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, നാം നമ്മുടെ ദൂതന്മാരെ മറിയമ്മിന്റെ അടുക്കലേക്ക് അയച്ച സന്ദർഭത്തെ കുറിച്ച് നീ അവരോട് വിവരിച്ചു പറയുക. എങ്ങനെയാണെന്നറിയോ? ദൂതന്മാരെ നാം നമ്മുടെ കലിമ അവളുടെ ഉദരത്തിലേക്ക് ഇട്ടുകൊടുത്തു. കലിമ, വചനം, നമ്മളത് വിശ്വസിക്കുന്നു. യേശു ക്രിസ്തു ദൈവത്തിന്റെ വചനം. അതുകൊണ്ട് തന്നെ ആ കൺസെപ്റ്റ് ഖുറാനിലുണ്ട്. യേശു ക്രിസ്തുവിന്റെ കൺസെപ്റ്റ് ഉണ്ട്. യേശു എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത് തെറ്റായിട്ടുള്ള വിധത്തിലാണ്. നാം അത് വിശ്വസിക്കുന്നില്ല. വീണ്ടും സൂറ അൽ-തരീലേക്ക് വരുമ്പോൾ അതിനേക്കാളും രസം 66-ാം അധ്യായത്തിന്റെ 12-ാം ആയത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, തന്റെ ഗുഹ്യഭാഗം കാത്തു സൂക്ഷിച്ചതായ ഇമ്രാന്റെ മകളായിരിക്കുന്ന മറിയമിൽ ഉദാഹരണമുണ്ട്. നാം നമ്മുടെ ആത്മ ചൈതന്യത്തിൽ നിന്ന് അതിലേക്ക് ഊതി. അള്ളാഹു മറിയം ബീവിയുടെ ഗുഹ്യഭാഗത്ത് പോയി ഒന്ന് ഊതിയപ്പോൾ ഉണ്ടായതാണ് ഈസ. അപ്പൊ അള്ളാഹുവിന്റെ സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലായി. പണ്ട് നമ്മൾ മറ്റു പലരെ കുറിച്ചും കേട്ടിട്ടുണ്ടല്ലേ, ഒളിഞ്ഞിരുന്ന് കാണുമായിരുന്നു, കുളിക്കുന്നതൊക്കെ കാണുമായിരുന്നു. ഇത് അതിനേക്കാളും കഷ്ടമായി പോയല്ലോ. ഒളിച്ചു വെക്കാൻ ശ്രമിച്ചാൽ പോലും സംഭവിക്കാമെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു വ്യക്തിയാണോ വേദപുസ്തകം പഠിപ്പിക്കുന്നത്? അങ്ങനത്തെ ഒരു ഈസയാണോ യേശു ക്രിസ്തു? നമ്മുടെ വിവരമില്ലാത്ത പാവപ്പെട്ട ജനത്തിന്റെ അടുക്കൽ വന്നിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്ന ഈസായെ നിങ്ങൾ ദൈവമായിട്ട് അംഗീകരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത് തെറ്റല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അറിയാതെ വീണുപോകും. നമ്മുടെ പെൺപിള്ളേർ വീണുപോകും, നമ്മുടെ ചെറുപ്പക്കാർ ആൺപിള്ളേർ വീണുപോകും. കാരണം എന്താണെന്നറിയാമോ? അതിൻ്റെ വ്യത്യാസം ഇതുവരെ
നമുക്ക് വേണ്ടുന്ന പോലെ പഠിപ്പിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ നമ്മുടെ മുസ്ലിം സഹോദരന്മാർ അതിനുവേണ്ടി വാതിലുകൾ നമുക്ക് വേണ്ടി തുറന്നു തരുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. അപ്പോൾ 3 തരത്തിലുള്ള രീതിയാണ് ഈസായുടെ ജനനത്തെക്കുറിച്ച് 3 ആയത്തുകളിൽ പറഞ്ഞിരിക്കുന്നത്. 1, കലിമ ഇട്ട് കൊടുത്തിട്ട്. 2, മലക്ക് തികഞ്ഞ ആൾ രൂപത്തിൽ വന്നിട്ട്. 3, അള്ളാഹു ഊതിയിട്ട്. ഇതൊരു ചോദ്യാവലിയായിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ, ഈ 3 ഉത്തരങ്ങളും ABCD ആയിട്ട് തരികയാണെങ്കിൽ, ഈ 3 ഉത്തരം ഉണ്ടെങ്കിൽ നിങ്ങൾ ഏത് തെരഞ്ഞെടുത്തെഴുതും? മുസ്ലിം സഹോദരന്മാരോടെ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഏത് തെരഞ്ഞെടുത്തെഴുതും? ഒന്നുകിൽ നിങ്ങൾ പറയണം ഈസ അള്ളാഹുവിന്റെ കലിമ ഇട്ട് കൊടുത്തിട്ടുണ്ടായാണ്, അല്ലേ പറയണം അള്ളാഹു ഊതിയിട്ടുണ്ടായാണ്, അല്ലെങ്കിൽ പറയണം തികഞ്ഞ ആൾ രൂപത്തിൽ മലക്ക് വന്നിട്ടുണ്ടായാണ്. ഏതെങ്കിലും ഒന്ന് പറയണം, വേണ്ടേ? അപ്പോൾ ഇതിനകത്ത് വൈരുദ്ധ്യമില്ല, ഖുറാനിൽ വൈരുദ്ധ്യമില്ല എന്ന് പറയുന്ന ആളുകൾക്ക് വൈരുദ്ധ്യം ഉണ്ടെന്നും കൂടിയാണ് ഞാൻ അതുകൊണ്ട് തെളിയിക്കുന്നത്. 3 ആയത്ത് എടുത്തപ്പോൾ തന്നെ 3 വൈരുദ്ധ്യങ്ങളാണ് അതിനകത്തുള്ളത്. അപ്പോൾ ഇതുപോലെ 30 ആയത്ത് വായിച്ചു കഴിഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ കാണാൻ കഴിയും. അതുകൊണ്ട് യേശുവിൻ്റെ ജീനിയോളജിക്കലി അതേപോലെ തന്നെ ജോഗ്രഫിക്കലി ആ വ്യത്യാസങ്ങൾ നമ്മൾ കണ്ടു, ഫിലോളജിക്കലി ഉള്ള വ്യത്യാസം നമ്മൾ കണ്ടു. മാത്രവുമല്ല വീണ്ടും യേശുവിന്റെ ഗോത്രത്തെക്കുറിച്ചുള്ള വ്യത്യാസം കണ്ടു. യേശു ജനിച്ചത് യഹൂദ ഗോത്രത്തിലാണ്, എന്നാൽ ഈസ ജനിച്ചിരിക്കുന്നത് ലേവി ഗോത്രത്തിലാണ്. അങ്ങനെ 4 കാര്യങ്ങൾ കണ്ടു. ഇനിയും യേശുവിന്റെ മാതാവ് ഗർഭിണിയായതിനെ കുറിച്ചുള്ള വ്യത്യാസവും ഞാൻ പറയുകയുണ്ടായി. അടുത്തായിട്ട് യേശു കർത്താവിന്റെ ജനനത്തെക്കുറിച്ച് പഴയ നിയമ പ്രവാചകന്മാർ പറഞ്ഞത് വല്ലതും ഒരായത്തെങ്കിലും ഖുറാനിൽ എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഒറ്റ ആയത്തെങ്കിലും. എന്നാൽ യേശു കർത്താവിന്റെ ഈ ലോകത്തിലേക്കുള്ള വരവിനെ കുറിച്ച് ഈ 66 പുസ്തകങ്ങൾ അടങ്ങിയിരിക്കുന്ന സത്യവേദ പുസ്തകത്തിൽ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്? ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ? വേദപുസ്തകം വായിക്കാത്ത ക്രിസ്ത്യാനിക്ക് പോലും അറിയാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന്. പിന്നെ വായിച്ചവരുടെ കാര്യം പറയണ്ടല്ലോ. അപ്പൊ യേശു ക്രിസ്തുവിന്റെ ലോകത്തിലേക്കുള്ള ആഗമനത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞതിന്റെ ഫലമായിട്ടാണ് യേശു ക്രിസ്തു ലോകത്തിൽ വന്നത്. വെറുതെ വന്നതല്ല. ഒരു സുപ്രഭാതത്തിൽ ദൈവത്തിന് തോന്നി, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്തേക്കാം, നമ്മൾ വെറുതെ ഇവിടെ ഇങ്ങനെ സ്വർഗത്തിലിരിക്കുകയല്ലേ, അവിടെ ഭൂമി മനുഷ്യനെല്ലാം ഇങ്ങനെ വിഷമിച്ചു ഇരിക്കുക, എന്നാൽ നീ പോയി അവരെയൊക്കെ ഒന്ന് രക്ഷിച്ചിട്ട് വാ എന്ന് പറഞ്ഞല്ല. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ പിതാവായ ദൈവം ആദ്യ മനുഷ്യനായിരിക്കുന്ന ആദം പാപം ചെയ്ത് ദൈവത്തിന്റെ സ്വരൂപവും സാദൃശ്യവും നഷ്ടപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അവനെ വീണ്ടെടുക്കുവാൻ അവനോടുള്ള സ്നേഹത്തിന്റെ ആധിക്യം കൊണ്ട് പറഞ്ഞാണ്, സ്ത്രീയുടെ സന്തതിയായി വരുന്നവൻ സർപ്പത്തിന്റെ തലയെ തകർക്കും. അതിനുശേഷം ഇങ്ങനെ വന്ന പ്രവാചകന്മാരിലൂടെയൊക്കെയും വരുവാനുള്ള മശിഹായെക്കുറിച്ച്, രക്ഷിതാവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വ്യക്തമായ നിർദ്ദേശങ്ങളും അടയാളങ്ങളും കൊടുത്ത് കാലസമ്പൂർണത വന്നപ്പോൾ അവൻ സ്ത്രീയുടെ സന്തതിയായിട്ട് ലോകത്തിലേക്ക് വന്ന് മനുഷ്യനെ അവന്റെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ, ശാപത്തിന് കീഴിലായിരുന്നവനെ അതിൽ നിന്ന് രക്ഷിച്ച് നിത്യജീവന്റെ അവകാശിയാക്കി സ്വർഗത്തിന്റെ പൗരത്വത്തിലേക്ക് ആനയിക്കുവാനായിട്ട് അവന്റെ അനാദി നിർണയപ്രകാരം ഇറങ്ങി വന്നവനാണ്. ഞാൻ വിചാരിച്ചു 2 ഹല്ലേലൂയയും പറയുമെന്ന്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവൻ ലോകത്തിലേക്ക് വന്നത് പ്രവചനങ്ങളുടെ പൂർത്തീകരണമായിട്ട്. എന്നാൽ ഖുറാനിൽ ഒരൊറ്റ ആയത്തിൽ പോലും ഈസായെക്കുറിച്ചുള്ള ഒരു പ്രവചനം കാണുന്നില്ല. അടുത്തത് 6-ാമതായിട്ട് ഈസായുടെ പ്രവർത്തനങ്ങളും യേശുവിന്റെ പ്രവർത്തനങ്ങളും. ഈസായുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. കണ്ണില്ലാത്തവന് കണ്ണ് വെച്ചു കൊടുക്കുകയും അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം പാണ്ടുള്ളവനെ സൗഖ്യമാക്കുകയും മരിച്ചവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ഒക്കെ ചെയ്യും. അതായത് പറഞ്ഞത് യേശു ക്രിസ്തുവിന്റെ കൺസെപ്റ്റ് അതിനകത്ത് കിടപ്പുണ്ട്. പക്ഷേ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ല പറഞ്ഞു വന്നപ്പോൾ ആയിപ്പോയത്. അതിന് ഒരു കാരണം അവരുടെ വായിൽ നിന്ന് തന്നെ എടുത്തു പറയാം. അദ്ദേഹം പഠിപ്പില്ലാത്ത നബിയായിരുന്നു, വിദ്യാഭ്യാസമില്ലാത്ത വ്യക്തിയായിരുന്നു, എഴുത്തും വായന അറിയാത്ത വ്യക്തിയായിരുന്നു. അല്ല എന്നുള്ള തെളിവൊക്കെ നമുക്കുണ്ടെങ്കിലും അങ്ങനെയാണ് അവർ പറയുന്നത്. അതുകൊണ്ടാണ് സംഭവിച്ചത്. വിവരക്കേട് പറയുന്നവന്റെ പിന്നാലെ നടന്നു കഴിഞ്ഞാൽ ആ പിന്നാലെ പോകുന്നവനും ആ വിവരക്കേട് തന്നെ ഉണ്ടാവുള്ളൂ, അല്ലേ? അത്രയല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് അവരും ഇന്നും ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല യേശു കർത്താവിന്റെ പഠിപ്പീര് എന്തായിരുന്നു? ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുകയില്ല. എന്നാൽ ഖുറാനിൽ ഈസ ആരെയും തന്റെ അടുക്കലേക്കല്ല വിളിക്കുന്നത്, മറിച്ച് അള്ളാഹുവിന് കീഴ്പ്പെടുവാനായിട്ട് പറഞ്ഞു എന്ന് അന്ത്യകിയാമത്ത് നാളിൽ, അവസാന നാളിൽ, അള്ളാഹുവിന് ന്യായവിധി നടത്തുന്ന നാളിൽ, അള്ളാഹു ന്യായം വിധിക്കുന്ന സമയത്ത് പറഞ്ഞു എന്നാണ് നമ്മൾ ഖുറാനികമായിട്ട് വായിക്കുന്നത്. അങ്ങനെയാണോ? യേശു ക്രിസ്തു തന്നെ ന്യായാധിപനാണ്. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകിലും ചെയ്താകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടത് നാം എല്ലാവരും എവിടെ നിൽക്കും? ഉറക്കെ പറഞ്ഞാട്ടെ, ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും.
അപ്പൊ സകല മനുഷ്യരെയും ന്യായം വിധിക്കുന്നവനായ യേശു കർത്താവ് അല്ലാഹുവിനാൽ ഈസ ന്യായം വിധിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ ഈസയും നമ്മൾ പറയുന്ന യേശുവും യാതൊരു ബന്ധവുമില്ല. യാതൊരു ഉറക്കെ പറഞ്ഞോട്ടെ, യാതൊരു ബന്ധവുമില്ല. നമ്മൾ ഒരുമിച്ചാ പഠിക്കുന്നത്. ഇത് മറന്നു പോകരുത്. നമ്മളോട് ആരെങ്കിലും വന്ന് വഴിതെറ്റിന്റെ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ തീർച്ചയായിട്ടും അവരോട് നമ്മളെ ചോദിക്കണം. മാത്രവുമല്ല, ഏറ്റവും പരമപ്രധാനമായ ചില കാര്യങ്ങൾ, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു എന്ന് തിരുവചനം അസന്നിഗ്ധമായിട്ട് ലോകത്തിന്റെ തെളിവോടുകൂടെ പറയുന്നു. അനോഡോമിനി എന്നുള്ള BC എന്നുള്ള ആ ചരിത്രത്തിന്റെ വാക്കുകൾ തന്നെ രൂപപ്പെട്ടെടുത്തത് നമ്മുടെ കർത്താവായ യേശുവിന്റെ മരണ പുനരുത്ഥാനത്തോട് ബന്ധപ്പെട്ടാണ്. അങ്ങനെയുള്ളപ്പോൾ ഈസ ക്രൂശിക്കപ്പെട്ടിട്ടില്ല, മരിച്ചിട്ടില്ല എന്ന് സൂറ അന്നിസ 156, 157 ആയത്തുകളിൽ പറയുന്നു. 4-ാം അധ്യായം സൂറ 4-ന്റെ 156, 157 യൂതികൾ ഊറ്റം കൊണ്ടു, അവർ അവനെ ക്രൂശിച്ചുവെന്ന്. എന്നാൽ കാര്യം അങ്ങനെയല്ല. നാം അവനെ നമ്മുടെ അടുക്കിലേക്ക് ഉയർത്തുകയാണ് ഉണ്ടായത്. യേശു ക്രിസ്തു അങ്ങനെ മരണം വിട്ടു പോകാനായിട്ട് വന്നവനല്ല, അവൻ മരിക്കാനായിട്ട് വന്നവനാണ്. ഞാൻ അതിനെക്കുറിച്ച് ചുരുക്കമായിട്ടെങ്കിലും ഒന്ന് വിശദമായിട്ട് പിന്നീട് പറയുന്നതായിരിക്കും. അപ്പോൾ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന യേശു ക്രിസ്തു ക്രൂശിക്കപ്പെടാനായിട്ട് വന്നെങ്കിൽ, ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന ഈസ ക്രൂശിക്കപ്പെടാതെ അപ്രത്യക്ഷനായി. അതിനെക്കുറിച്ച് തന്നെ 5 തിയറിയുണ്ട്. ആൾമാറാട്ടം നടത്തിയ ഈസായെക്കുറിച്ച് 5 തിയറി ഖുറാന്റെ അടിസ്ഥാനത്തിലുണ്ട്. അതിലേക്ക് നമുക്ക് പോകാൻ സമയമില്ല. മാത്രമല്ല, യേശു ക്രിസ്തുവിന്റെ പാപപരിഹാര യാഗം, അതാണ് വേദപുസ്തകത്തിന്റെ കേന്ദ്രസ്ഥാനം. ദൈവത്തിന്റെ സ്നേഹം, യേശു ക്രിസ്തുവിന്റെ പാപപരിഹാര യാഗം. ആ പാപപരിഹാര യാഗത്തെ തിരസ്കരിക്കാനായിട്ടാണ് ഈസ എന്ന് പേരിട്ട് മറിയമിന്റെ മകനാണെന്നും പറഞ്ഞ്, മാത്രമല്ല അത് മറിയമ്മിന് മറിയമ്മിനു ഈസ എന്നാണ്. അതായത് മറിയയുടെ മകനായ ഈസ. നമ്മൾ വിശ്വസിക്കുന്നത് മറിയയുടെ മകനായ ഈസയല്ല, ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. ദൈവപുത്രനായ യേശു ക്രിസ്തു, ആ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. മാത്രവുമല്ല, യേശു ക്രിസ്തു രണ്ടാമതും വരുന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ബൈബിളിൽ പറയുന്നുണ്ട്. പഴയ നിയമത്തിൽ തന്നെ യേശു ക്രിസ്തുവിന്റെ ഒന്നാമത്തെ വരവിനേക്കാളും അധികമായിട്ട് യേശുവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സെക്കറിയ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായത്തിന് 4-ാം വാക്യം യേശു കർത്താവ് വീണ്ടും വരുന്നത് എവിടെയൊക്കെയാണ് എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ രാത്രിയിൽ മനുഷ്യപുത്രന് സദൃശനായ ഒരുവൻ, രാത്രി ദർശനങ്ങളിൽ കാണുന്ന കാഴ്ച, മനുഷ്യപുത്രന് സദൃശനായ ഒരുവൻ അവന് ഇറങ്ങി വരുന്നതും അവൻ വന്ന് ഭൂമിയെ ന്യായം വിധിക്കുന്നതായിട്ടുള്ള കാഴ്ച അവിടെ വ്യക്തമാക്കി കൊടുക്കുന്നുണ്ട്. 1040 വർഷം മുമ്പ് യേശു കർത്താവിന് 1040 വർഷം മുമ്പായിട്ട് ജീവിച്ചിരുന്ന ദാവീദ് 96-ാം സങ്കീർത്തനത്തിൽ യേശുവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് പ്രവചിച്ചിട്ടുണ്ട്. അവൻ വരുന്നുവല്ലോ, അവൻ ഭൂമിയെ വിധിക്കുവാനായിട്ട് വരുന്നു, ജാതികളെ നേരോടെ വിധിക്കും അവനോട് പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല, പുതിയ നിയമത്തിൽ 25 വാക്യങ്ങളിൽ ഒരു വാക്യം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചാണ്. എന്നാൽ ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന ഈസ വരും. എന്തിനാ വരുന്നതെന്നറിയാമോ? ആ ഈസ വരുന്നത് ദജ്ജാലിനെ കൊല്ലാനും പന്നികളെ നശിപ്പിക്കാനും കുരിശൊടയ്ക്കാനുമാണ്. അതിന് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഈസ അവിടുന്ന് ഇറങ്ങി വരണോ എൻ്റെ സുഹൃത്തുക്കളെ? പന്നിയെ പിടിക്കണമെങ്കിൽ നമ്മുടെ കോട്ടയംകാരോട് പറഞ്ഞാൽ പോരെ? എവിടാണെന്ന് കാണിച്ചു കൊടുക്കുകയും ഗവൺമെന്റ് അവർക്കൊരു അനുവാദം കൊടുക്കുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായി ചെയ്തു തരികയല്ലേ ആ കാര്യം നിങ്ങൾ? പിന്നെ കുരിശുടയ്ക്കാനായിട്ട് ഇവിടെ വേറെ പല കക്ഷികളുണ്ടല്ലോ, അവരും ചെയ്തോളുമല്ലോ അത്. പിന്നെ ദജ്ജാലിനെ കൊല്ലാൻ അതിന് അള്ളാഹു മറിയം ബീവിയുടെ ഗുഹ്യഭാഗത്ത് ഊതിയ പോലെ ഊത്തൂതിയാ പോരെ, കാര്യം നടക്കൂലേ? അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഈസ നസ്രായനായ യേശുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യമായെങ്കിൽ ഒരു 3 ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. കോട്ടയംകാർക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അത് നിങ്ങളുടെ ഒരു പ്രൈസ് ആണല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് ആ കാര്യം പിടികിട്ടി. എന്നാൽ നമ്മൾ വിശ്വസിക്കുന്നവനായ യേശു ആരാധ്യനാണോ, അവൻ ആരാധ്യനാണോ എന്നുള്ളത് അവരുടെ തന്നെ ഒരു മഹാപണ്ഡിതൻ പറഞ്ഞതായ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് ചിന്തിക്കാം. 10 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. 10 പോയിന്റാണ്, വേഗത്തിൽ വോളിയം. സജീർ ബുഖാരി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ദൈവത്തെക്കുറിച്ച് അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു നിർവചനമാണ്. അത് വേദപുസ്തകത്തിൽ നിന്നാണ്. കാരണം ഖുറാനില്
ഇങ്ങനൊരു നിർവചനമില്ല ദൈവത്തെക്കുറിച്ച്. അതിനെക്കുറിച്ച് ബ്രദർ ജെറി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ് ഞാൻ പരാമർശിക്കുന്നില്ല. അപ്പോൾ ദൈവത്തെക്കുറിച്ചൊരു നിർവചനം വ്യക്തമായി വേണമെന്നുണ്ടെങ്കിൽ അത് ബൈബിളിൽ നിന്ന് തന്നെ കിട്ടുകയുള്ളൂ. ആ നിർവചനം അവർ എടുത്തതാണ്, അതാണിപ്പോൾ അവതരിപ്പിക്കുന്നത്. 1 മിനിറ്റും 29 സെക്കൻഡും എന്നതിന് കൃത്യമായ ഒരു ഡെഫിനിഷൻ ഉൽപ്പത്തി പുസ്തകത്തിന്റെ 1-ാം വചനം മുതൽ വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാനം വരെ വായിച്ചാലും ഒരുപക്ഷെ ഒറ്റ വാചകത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. എന്നാൽ യഥാർത്ഥ ദൈവത്തിന് ഉണ്ടായിരിക്കേണ്ട വിശേഷണങ്ങളും ഗുണങ്ങളും എന്തെല്ലാം ആയിരിക്കാമെന്ന് ബൈബിളിന്റെ വിവിധ അധ്യായങ്ങളിൽ വിവിധ ഭാഗങ്ങളിൽ വ്യക്തമായി പരാമർശിച്ചിട്ടുണ്ട്. അങ്ങനെ വിവിധ ഭാഗങ്ങളിൽ, വിശേഷിച്ച് പുതിയ നിയമത്തിൽ പൗലോസ് എഴുതിയ ലേഖനങ്ങളിൽ നിന്നും പഴയ നിയമത്തിൽ ദാവീദിന്റെ സങ്കീർത്തനങ്ങളിൽ നിന്നും അതുപോലെ യാക്കോബിന്റെ ലേഖനത്തിൽ നിന്നും ചേർത്ത് വെച്ച, ആവശ്യമെങ്കിൽ അതിന്റെ ഉദ്ധരണികൾ ഏതു ഭാഗത്താണെന്ന് പറയാൻ ഞാൻ ബാധ്യസ്ഥനാണെന്ന ആമുഖത്തോടുകൂടി ഒരു നിർവചനത്തിന്റെ രൂപത്തിൽ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയും, ദൈവം സകലത്തിനും കാരണഭൂതനും പ്രാർത്ഥന കേൾക്കുന്നവനും സർവശക്തനും മരണമില്ലാത്തവനും ഏകാധിപതിയും കർത്താവും രാജാതിരാജനും ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനും മനുഷ്യർ ആരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനുമായവൻ എന്ന് വിവിധ ഭാഗങ്ങളിൽ വെച്ചിട്ടുള്ള വിശേഷണങ്ങൾ ചേർത്ത് ദൈവത്തെ നമുക്ക് നിർവചിക്കാം. വെരി ഗുഡ്. അദ്ദേഹം വ്യക്തമായി ദൈവത്തിന്റെ സ്വഭാവം, നേച്ചർ, ഇതെല്ലാം കൂടെ വ്യക്തമാക്കിക്കൊണ്ട് ഒരു ദൈവത്തെക്കുറിച്ചുള്ള നിർവചനം ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ, അദ്ദേഹം പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ, യഥാർത്ഥ ദൈവത്തിനുണ്ടായിരിക്കേണ്ടുന്ന ഗുണങ്ങൾ. ഇവിടുന്ന് നമ്മളങ്ങോട്ട് വേഗത്തിലേക്ക് പോവാം. 1, യേശു ക്രിസ്തു ഒരേ സമയം ദൈവമായും ഒരേ സമയം മനുഷ്യനായിട്ടും ഇരിക്കാൻ കഴിയുമോ? നിങ്ങളുടെ അഭിപ്രായത്തിൽ പറ്റുമോ ഇല്ലയോ? എന്തുകൊണ്ട്? അവൻ ദൈവമായതുകൊണ്ടും അവൻ സർവശക്തനായ ദൈവമായതുകൊണ്ടും. സർവശക്തനായിരിക്കുന്ന ദൈവത്തിന് ഒരേ സമയം ദൈവമായും ഒരേ സമയം മനുഷ്യനായും ഇരിക്കാൻ കഴിയുകയില്ലെന്ന് ഏതെങ്കിലും മുസ്ലിം സഹോദരങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ അവന്റെ അറിവ് ഒരു ചൂളക്കിടേണ്ട ആവശ്യമുണ്ട്. സർവശക്തനായ ദൈവത്തിന് ഒരേ സമയം ദൈവമായിട്ടും ഒരേ സമയം മനുഷ്യനായിട്ടും ഇരിക്കാൻ കഴിയും. അദ്ദേഹം പറഞ്ഞ 1-ാമത്തെ നിർവചനം, ദൈവം സകലത്തിനും കാരണഭൂതൻ എന്ന് പറഞ്ഞാൽ ദൈവമാണ് സകലത്തെയും ഉണ്ടാക്കിയത്, ദൈവമാണ് സകലത്തെ സൃഷ്ടിച്ചത്. വേറൊരു വാക്കിൽ പറഞ്ഞാൽ ആരാണോ സകലത്തെ സൃഷ്ടിച്ചത് അവനാണ് ദൈവം. ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ആരാണ് സകലത്തെ സൃഷ്ടിച്ചതെന്ന് നമുക്ക് പരിശോധിക്കാം. പുതിയ നിയമത്തിൽ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ സകലവും യേശു മുഖാന്തരം ഉണ്ടായതൊന്നും യേശുവിനെ കൂടാതെ ഉണ്ടായതില്ല. 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം, യേശു ലോകത്തിലുണ്ടായിരുന്നു, ലോകം യേശു മുഖാന്തരം ഉണ്ടായി. കൊലോസ്യ ലേഖനം 1:17, യേശു സർവത്തിനും മുമ്പേ ഉള്ളവൻ, അവൻ സകലത്തിനും കാരണഭൂതൻ ആയിരിക്കുന്നു. അപ്പോൾ ഈ കാണുന്ന പ്രപഞ്ചത്തിൽ കാണുന്നതും കാണപ്പെടാത്തതുമായ, ദൃശ്യമായതും അദൃശ്യമായതും ഒക്കെയും ആരാണോ ഉരുവാക്കിയത് അവനാണ് ദൈവമെങ്കിൽ യേശുവാണ് ഈ സകലത്തെ സൃഷ്ടിച്ചതെന്ന് വിശുദ്ധ ബൈബിൾ അസന്നിഗ്ധമായിട്ട് പറയുമ്പോൾ അവൻ ആരാണ്? അവൻ ദൈവമാണ്. യേശു ദൈവമാണ് എന്നുള്ളതിന്റെ 1-ാമത്തെ അദ്ദേഹത്തിന്റെ നിർവചനത്തിൽ നമ്മൾ തെളിയിക്കുന്നു, യേശു ദൈവമാകുന്നു. 2, അദ്ദേഹം പറഞ്ഞത് പ്രാർത്ഥന കേൾക്കുന്നവനാരോ അവനാകുന്നു ദൈവം. പ്രാർത്ഥന കേൾക്കുന്നവനാരോ, നമ്മുടെ വാക്കുകളല്ല, ഖുറാനികമായിട്ട് അവർക്ക് കണ്ടെത്താൻ കഴിയാഞ്ഞതുകൊണ്ട് ബൈബിളിൽ നിന്ന് ദൈവത്തെക്കുറിച്ചുള്ള വ്യക്തമായ സത്യദൈവത്തെക്കുറിച്ചുള്ള ഒരു നിർവചനം ഉണ്ടാക്കിയപ്പോൾ അവർ പറഞ്ഞ കാര്യം, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് മുസ്ലിം സഹോദരങ്ങൾ എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഖുറാൻ പരിശോധിക്കാം. ആ ഖുറാനിൽ ഈ ദൈവത്തെക്കുറിച്ചുള്ള ഇത്രയും നിർവചനങ്ങൾ നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും ഒരിടത്തെങ്കിലും കാണിച്ചു തരാൻ കഴിഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാം. എന്നാൽ നോക്കുക, നിങ്ങളുടെ ഖുറാനിൽ അത് ഇല്ലാത്തത് കൊണ്ട് വേദപുസ്തകം, സത്യവേദപുസ്തകമായിരിക്കുന്ന വിശുദ്ധ ബൈബിളിനെ ആശ്രയിക്കേണ്ടി വന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ യേശു ദൈവമാണെന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2, പ്രാർത്ഥന കേൾക്കുന്നവനാരോ അവനാണ് ദൈവം എന്ന് ഇസ്ലാമിന്റെ വാദം. ആരോടാണ് നാം പ്രാർത്ഥിക്കുകയും ആരാണ് പ്രാർത്ഥനയ്ക്ക് മറുപടി തരികയും ചെയ്യുന്നത് എന്ന് യേശു ക്രിസ്തു അസന്നിഗ്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. യേശു ദൈവമെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥവും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങൾ, നിങ്ങൾ എന്റെ നാമത്തിൽ എന്നോട് ചോദിക്കുന്നതൊക്കെയും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും.
എൻ്റെ നാമത്തിൽ എന്നോട് ചോദിക്കുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുമെന്ന് യേശു പറയുമ്പോൾ യേശു ആരാണ്? ദൈവമാണ്. യേശു പ്രാർത്ഥന കേൾക്കുന്നവനാണോ? തന്റെ അടുക്കൽ അഭയാചനയുമായിട്ട് വന്നിട്ടുള്ള എല്ലാവരുടെയും പ്രാർത്ഥന അവൻ കേൾക്കുകയും ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്ത് അനുഗ്രഹത്തോടുകൂടെ അവരെ അയക്കുകയും ചെയ്തവനാണ് യേശു. ചോദിക്കാതെ തന്നെ ചോദിക്കുന്നതിൽ പരം നന്മകളാൽ നിറച്ചവനാണ്. വിശന്നിരുന്നവരെ അവർ ചോദിച്ചിട്ടല്ല, അവരുടെ വിശപ്പ് മാറ്റിക്കൊടുത്തവൻ. കാരണം കരയുന്ന കാക്കക്കുഞ്ഞിനും അതതിന്റെ ആഹാരത്തെ കൊടുക്കുവാൻ കഴിയുന്ന ദൈവത്തെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ വിവരിക്കുന്നത് യേശു ക്രിസ്തു മരുഭൂമിയിൽ മന്ന വർഷിപ്പിച്ചതും ജീവിച്ചിരിക്കുന്ന ജനത്തിന് ഇന്നും ഭക്ഷണം കൊടുത്ത് അവരെ പോറ്റിപ്പുലർത്തുവാൻ കഴിവുള്ളവനാകുന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ്. പ്രാർത്ഥന കേൾക്കുന്നവനാരോ അവനാണ് ദൈവമെങ്കിൽ യേശു കർത്താവാണ് ദൈവം. വീണ്ടും യോഹന്നാൻ സുവിശേഷം 16:24 ഇന്ന് വരെ നിങ്ങൾ എൻ്റെ നാമത്തിലൊന്നും അപേക്ഷിച്ചിട്ടില്ല, അപേക്ഷിപ്പീൻ എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുമെന്ന് നിങ്ങൾക്ക് ലഭിക്കും. ഈ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ യേശു ആരാണ്? ദൈവമാണ്. മൂന്നാമതായിട്ട് അദ്ദേഹം പറയുന്നത് ദൈവം സർവശക്തനാണ്. ദൈവം സർവശക്തനാണ്. ദൈവത്തിന് മാത്രം അവകാശപ്പെട്ടതാണ് ഈ സർവശക്തി എന്നുള്ളത്. പിശാചിന് അഥവാ ഇബിലീസിന് ശക്തിയൊക്കെ ഉണ്ട്. ഉണ്ടോ? ഇബിലീസിന് ശക്തിയുണ്ടോ? ഉണ്ട്. അതുകൊണ്ടാണല്ലോ അവർ പലയിടങ്ങളിലും മീറ്റിങ്ങുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സർവശക്തനായ ദൈവത്തിന് മാത്രമേ ഒരേ സമയം ഒരേ ദൈവമായിട്ടും ഒരേ സമയം മനുഷ്യനായിട്ടും ഇരിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് യേശു ഒരേ സമയം ദൈവവും മനുഷ്യനുമാകുന്നു എന്ന് നമ്മൾ പറഞ്ഞത്. പാപം ഒഴിച്ച് ബാക്കി എല്ലാം ചെയ്യുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. എന്നാൽ ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന ദൈവം പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവനാണ്. മറിയയ്ക്ക് ഗർഭം ഉണ്ടാക്കി കൊടുത്തിട്ട് അത് ആരുണ്ടാക്കിയെന്നുള്ള ഇപ്പോഴും സംശയമാണ്. 3 ചിന്തകൾ ഞാൻ വെച്ച് തന്നു, നിങ്ങൾ തീരുമാനിച്ചോണം ആരാ ഉണ്ടാക്കിയെന്ന്. അപ്പോൾ ആ ഗർഭിണിയായിരിക്കുന്ന മറിയത്തോട് അള്ളാഹു പറഞ്ഞു കൊടുക്കുകയാണ്, നീ തനിച്ചവിടെ പാർക്കുന്ന സമയത്ത് ആരെങ്കിലും അതിലേ പോവുകയാണ്, താഴ്വാരത്തൂടെ പോവുകയാണെങ്കിൽ നീ അവരോട് വിളിച്ചു പറഞ്ഞേക്കണം, എന്താണ്, ഞാൻ അള്ളാഹുവിന് വേണ്ടി നോമ്പെടുത്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങളോട് ഞാൻ സംസാരിക്കുകയില്ല. പിന്നെന്താ ഈ സംസാരിച്ചേ? ഈ പറഞ്ഞു കൊടുത്തത് എന്താ? അള്ളാഹു പറഞ്ഞു കൊടുക്കുന്ന. അപ്പം നുണ പറയാനായിട്ട് പ്രേരിപ്പിക്കുന്ന, മാത്രവുമല്ല പാപം ചെയ്യാനായിട്ടുള്ള എല്ലാ പ്രേരണയും കൊടുക്കുന്നവനാ ഒരു അള്ളാഹു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അവർ പറയുന്നതായ ഇസ്ലാം പ്രവാചകൻ, അദ്ദേഹത്തിന്റെ വളർത്തുപുത്രന്റെ സയ്യിദിന്റെ ഭാര്യ മാത്രം വീട്ടിലുള്ള സമയത്ത് അദ്ദേഹം അതിലെ നടന്നു പോവുകയാണ്. നടന്നു പോകുന്ന സമയത്ത് അവളുടെ എല്ലാ ശാരീരിക ആകാരവും ഒന്ന് കാണുവാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് കിട്ടി. ഉടനെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു കൊള്ളിയാൻ മിന്നി. അതൊന്നും ഇവിടെ വിവരിക്കാൻ പറ്റുകയില്ല. എങ്കിലും കൊള്ളിയാൻ മിന്നി കഴിഞ്ഞപ്പം അള്ളാഹു പ്രേരണ കൊടുക്കുകയാണ് ആ കാര്യം അദ്ദേഹം മറച്ചു വെച്ചു പറയാനായിട്ട്, പേടിച്ചിട്ട്, മറ്റുള്ളവരെ പേടിച്ചിട്ട്, അവളെ ഇഷ്ടമാണെന്നും കെട്ടാനായിട്ടും. പക്ഷെ അള്ളാഹു അതിന് പ്രേരണ കൊടുക്കുക. സ്വന്തം വളർത്തുപുത്രൻ്റെ ഭാര്യയെ വളർത്തുപുത്രൻ ഉപേക്ഷിച്ചിട്ട് ഇദ്ദേഹം വിവാഹം കഴിച്ചു. അതാണ് അദ്ദേഹത്തിൻ്റെ ധാർമ്മികത. അങ്ങനെ ആ ധാർമ്മികതയുള്ള ആള് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ മഹത്വത്തെ തുച്ഛീകരിക്കാൻ വരുമ്പോൾ യേശു കർത്താവ് ദൈവമാണെന്ന് അസംഖ്യമായിട്ട് വേദപുസ്തകം പഠിപ്പിക്കുന്നു. നമുക്കറിയാം, യേശുവിൻ്റെ ശിഷ്യന്മാരിൽ 70 പേരിൽ ഒരുവനായിരുന്ന സ്തേഫാനോസിനെ കല്ലെറിയുന്ന സമയത്ത് അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിന്റെ 59-ാം വാക്യത്തിൽ സ്തേഫാനോസ് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? ആരോടാ പ്രാർത്ഥിക്കുന്നത്? യേശുവിനോടാ. യേശുവേ, എൻ്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിലേക്ക് വെച്ചു തരികയാണെന്ന് പറഞ്ഞ് തൻ്റെ ആത്മാവിനെ വെച്ചു കൊടുക്കുകയായിരുന്നു സ്തേഫാനോസ്. പ്രാർത്ഥന കേൾക്കുന്നവനാണ് യേശു എന്നുള്ളത് യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് അറിയാമായിരുന്നത് കൊണ്ടാണ് അവരിൽ നിന്ന് ഒരുവൻ നീങ്ങിപ്പോയപ്പോൾ അതിന് പകരമായിട്ട് മറ്റൊരുവനെ എടുക്കുവാനായിട്ട് സകല ഹൃദയങ്ങളെയും ആരായുന്ന കർത്താവേ, നിന്റെ സ്ഥാനത്തേക്ക് പോകേണ്ടതിനായിട്ട് നീ ആരെ തെരഞ്ഞെടുക്കുമെന്ന് ഞാൻ കാണിച്ചു തരണമെന്ന് പ്രാർത്ഥിച്ച് അവരുടെ പേർക്ക് ചീട്ടിടുകയും അങ്ങനെ ആ ചീട്ട് മത്തത്യാസിന് വീഴുകയും ചെയ്തത്. നോക്കണം, യേശുവിനോടാണ് അവർ പ്രാർത്ഥിച്ചത്. യേശുവിൻ്റെ ശിഷ്യന്മാർ പ്രാർത്ഥിച്ച യേശുവിനോടാണ്. യേശു ദൈവമായതുകൊണ്ടാണ്. മൂന്നാമതായിട്ട് ഞാൻ പറഞ്ഞു, യേശു സർവശക്തനാണ്. ആ സർവശക്തനായ ദൈവത്തെക്കുറിച്ച് റോമാലേഖനം 9-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്, അവൻ സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. യേശു ക്രിസ്തു ദൈവമെന്ന് വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പറയുന്നു. മാത്രമല്ല, ഉയർത്തെഴുന്നേറ്റ യേശു സ്വയമേ തന്നെക്കുറിച്ച് തന്നെ പറയുമ്പോൾ വെളിപാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം മുതലും 11-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിലും 15-ന്റെ 3-ലും 16-ന്റെ 7-ലും 16-ന്റെ 14-ലും 19-ന്റെ 15-ലും 21-ന്റെ 22-ലൊക്കെയും യേശു കർത്താവിന്റെ സർവ്വശക്തിയെക്കുറിച്ചാണ് അവിടെ പറയുന്നു. അപ്പോൾ യേശു സർവ്വശക്തനാണ്. നാലാമതായിട്ട് ദൈവം മരണമില്ലാത്തവനാണ് എന്നുള്ളതാണ് മുസ്ലിം പണ്ഡിതന്മാരുടെ അഭിപ്രായം. മരണമില്ലാത്തവൻ. അപ്പോൾ യേശു മരിച്ചില്ലേ? യേശു മരിച്ചു. എന്നാൽ യേശു എങ്ങനെയാണ് മരിച്ചതെന്നും കൂടെ യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ പറയുന്നു. ആരും
എൻ്റെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയുന്നില്ല. ഞാൻ സ്വമേധയാ അതിനെ കൊടുക്കുന്നു. അതിനെ കൊടുക്കുവാൻ എനിക്ക് അധികാരമുണ്ട്, വീണ്ടും പ്രാപിക്കുവാനും എനിക്ക് അധികാരമുണ്ട്. യേശു കർത്താവ് തൻ്റെ ആത്മാവിനെ കൊടുക്കുകയും അതിനെ തിരിച്ചെടുക്കുകയും ചെയ്തു. അത് അവൻ്റെ സർവ്വശക്തിയുമാണ്. മാത്രമല്ല, അവൻ മരണത്തിന്മേലും ജയാളിയാണ് എന്നുള്ളതിൻ്റെ ഉറപ്പും കൂടെയാണ്. മാത്രമല്ല, കർത്താവിൻ്റെ ഒരു പേര് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ ഞാൻ തന്നെ ജീവനും പുനരുത്ഥാനവുമാകുന്നു. ആ ജീവനും പുനരുത്ഥാനവും എന്നുള്ള തൻ്റെ അവകാശവാദം പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ താൻ തൻ്റെ ജീവനെ കൊടുക്കുകയും അതിനെ തിരികെ പ്രാപിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ആ പുനരുത്ഥാനം എന്നുള്ള വാക്കിന് അർത്ഥം ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ടാണ് തൻ്റെ ജീവനെ കൊടുത്തത്. തൻ്റെ ജീവനെ കൊടുത്ത് മറുവിലയായിട്ടാണ് മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 45-ാം വാക്യത്തിൽ തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. ഇനി യേശു കർത്താവ് ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവം ഏകാധിപതി എന്ന് പറഞ്ഞിരിക്കുന്നു. യെശയ്യാപ്രവചനം 9-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കുമെന്ന് നമ്മൾ കാണുന്നു. വെളിപാട് 12:10 ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ യേശു കർത്താവ് ആധിപത്യമുള്ളവനാണ്, അവൻ ഏകാധിപതിയാണ്. എഫേസ്യ ലേഖനം 1:21-22 വാക്യങ്ങളിൽ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവന്റെ കാൽ കീഴാക്കി വെക്കുകയും അവനെ സർവത്തിനും മീതെ അധിപതിയാക്കി വെക്കുകയും ചെയ്തു എന്ന് നമ്മൾ വായിക്കുന്നു. വീണ്ടും ഫിലിപ്പിയ ലേഖനം 2:10 കർത്താവ് യേശു കർത്താവ് എന്ന് എല്ലാ വ്യക്തികളും ഏറ്റുപറഞ്ഞ് അവന് അധിപതിയാകുന്നു എന്ന് സമ്മതിക്കേണ്ടി വരും. 6-ാമതായിട്ട് യേശു കർത്താവ് കർത്താദി കർത്താവ് എന്ന് സ്വയമേ പറയുന്നു. ദൈവം കർത്താദി കർത്താവ് എന്നാണ് സജീർ ബുഖാരിയുടെ വാദം. അങ്ങനെയാണെങ്കിൽ കർത്താവ് തന്നെ പറഞ്ഞാണ് താൻ കർത്താദി കർത്താവാകുന്നു. ഈ വാക്ക് യേശുവിന് വേണ്ടി മാത്രം ഉപയോഗിച്ചിരിക്കുന്ന പദമാണ്. വെളിപാട് പുസ്തകം 19:16 കർത്താദി കർത്താവ് എന്ന് യേശു സ്വന്തമേ പറയുകയാണ്. വെളിപാട് പുസ്തകം 17:14 അവൻ കുഞ്ഞാടിനോടും യേശുവിനോട് അവർ കുഞ്ഞാടിനോട് പോരാടും. ഇന്ന് അവർ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. താൻ കർത്താദി കർത്താവും രാജാതി രാജാവുമാകൊണ്ട് കുഞ്ഞാട് തന്നോടുകൂടെ ഉള്ളവരും വിളിക്കപ്പെട്ടവരും തെരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരായി അവരെ ജയിക്കും. അപ്പോൾ നമ്മുടെ കർത്താവ് അവൻ കർത്താദി കർത്താവാണ്. ഫിലിപ്പിയ ലേഖനം 2:11 എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റു പറയേണ്ടി വരും. അപ്പോൾ യേശു ദൈവമാണോ? ആണോ? യേശു ദൈവമാണെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ടോ? ആർക്കെങ്കിലും സംശയമുണ്ടോ? എൻ്റെ മുസ്ലിം സഹോദരന്മാരെ, നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ ഒന്നും കൂടെ നിങ്ങൾ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് പരിശോധിക്കുക. ഏഴാമതായിട്ട് അദ്ദേഹം പറയുന്നത് ദൈവം രാജാതിരാജാവാണ്. യേശു കർത്താവിന് ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമാണ് രാജാതിരാജാവ്. വെളിപാട് പുസ്തകം 19:16 രാജാതിരാജാവും കർത്താദി കർത്താവും എന്ന നാമം അവന്റെ എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നു. വെളിപാട് 17:14 അവൻ കുഞ്ഞാടിനോടും യേശുവിനോട് പോരാടും. താൻ കർത്താദി കർത്താവും രാജാതിരാജാവും ആകൊണ്ട് കുഞ്ഞാടും തന്നോടുകൂടെയുള്ള വിളിക്കപ്പെട്ടവരും തെരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരായി അവരെ ജയിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. 8-ാമതായിട്ട് ദൈവത്തെക്കുറിച്ച് അവർ പറഞ്ഞിരിക്കുന്നത് ദൈവം ദോഷങ്ങളാൽ പാപങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ നിന്നാണ്. 2 തരത്തിലാണ് ദോഷങ്ങൾ ബാധിക്കപ്പെടുക. ഒന്ന്, നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ദോഷചിന്തകൾ, വ്യഭിചാര ചിന്തകൾ, കുറ്റകൃത്യങ്ങൾ, അങ്ങനെ ചെയ്യുവാനുള്ള പ്രേരണകൾ, കുറ്റങ്ങളൊക്കെ ചെയ്യുവാനുള്ള പ്രേരണകൾ. ദൈവത്തിന് അങ്ങനത്തെ യാതൊരു പ്രേരണയുമില്ല. എന്നാൽ അള്ളാഹുവിനുണ്ടായിരുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. എന്നാൽ നമ്മുടെ കർത്താവിനെ സംബന്ധിച്ച്, നമ്മുടെ ദൈവത്തെ സംബന്ധിച്ച് അവൻ ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാണ്. അവനെ ആർക്കും പരീക്ഷിച്ച് ജയിക്കാൻ കഴിയുകയില്ല. ദോഷങ്ങളാൽ അവനെ പരീക്ഷിച്ച് ജയിക്കാൻ കഴിയുകയില്ല. അവനെ പരീക്ഷിക്കാനായിട്ട് ശത്രുവായ പിശാച് വന്നു. അള്ളാഹു 5 നേരം മനുഷ്യരെ കൊണ്ട് നിർബന്ധമായി നിസ്കാരം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇബാദത്ത് ചെയ്യുവാൻ, സുജൂദ് ചെയ്യുവാനായിട്ട് നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 5 നേരം നിസ്കരിക്കാനായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ചെയ്തില്ലെങ്കിൽ അവരോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ നരകത്തിൽ വിടും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നിർബന്ധിച്ച് വാങ്ങിക്കേണ്ട ഒന്നാണോ ആരാധന? ആണോ? വേദപുസ്തക ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടെ ആരാധിക്കണമെന്നാണോ? ആണോ? സ്നേഹിക്കണം. എങ്ങനെയാ സ്നേഹിക്കണം? ആണോ? ദൈവത്തോടുള്ള സ്നേഹത്തിന്റെ ആധിക്യത്തിൽ നിന്ന് ഉത്ഭവിക്കേണ്ട ഒന്ന് ആരാധന എന്ന് പറയുന്നത്. വെറുതെ വാക്കുകൾ കൊണ്ട് പറയുന്നതല്ല. യെശയ്യാപ്രവചനം 29 നമ്മൾ വായിക്കുന്നത് ഈ ജനം ആദരം കൊണ്ട് എന്നെ ആരാധിക്കുന്നുവെങ്കിലും ഹൃദയം കൊണ്ട് എന്നിൽ നിന്ന് അകന്നിരിക്കുന്നു. അങ്ങനത്തെ ഒരു ആരാധന സ്വീകരിക്കാനായിട്ട് കൊതിക്കുന്നവനല്ല നമ്മുടെ ദൈവം. അവനോടുള്ള സ്നേഹത്തിന്റെ ആധിക്യത്തിൽ നാം അർപ്പിക്കുന്നതാണ് ആരാധന. അതാണ് അവൻ സ്വീകരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ദൈവത്തെ ദോഷങ്ങളാൽ ആർക്കും പരീക്ഷിക്കുവാൻ സാധ്യമല്ല. മാത്രമല്ല, തന്നെ പരീക്ഷിക്കാൻ വന്നായ സാത്താനോട് കർത്താവ് എന്താ പറഞ്ഞത്? നിന്റെ ദൈവമായ കർത്താവിനെ അല്ലാതെ മറ്റാരെയും
ആരാധിക്കരുത് എന്ന് പറഞ്ഞാൽ കർത്താവിനെയാണ് ആരാധിക്കേണ്ടത് എന്നവൻ പറയുകയും അതുകൊണ്ടാണ് സാത്താൻ പിന്നീട് അവനെ പരീക്ഷിക്കാൻ വരാതിരിക്കുകയും ചെയ്തത്. വീണ്ടും നമ്മൾ 9-ാമതായിട്ട് വായിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മനുഷ്യൻ ആരും കാണാൻ കഴിയാത്തവൻ. മനുഷ്യന്റെ സ്വയപ്രയത്നത്താൽ ദൈവത്തെ ആർക്കും കാണാൻ കഴിയുകയില്ല. കഴിയുമോ? നിങ്ങൾ എത്ര അധ്വാനിച്ചാലും ദൈവസാഫല്യം നേടുവാൻ കഴിയുമോ? ദൈവരക്ഷ അനുഭവിക്കാൻ കഴിയുമോ? എൻ്റെ തലമുടിയിൽ പിടിച്ച് ഞാൻ എന്നെ തന്നെ ഉയർത്തുന്നതിന് തുല്യമായിരിക്കും എൻ്റെ സ്വയപ്രയത്നങ്ങളാൽ, എൻ്റെ സ്വയമായ സുജൂദിനാലും സക്കാത്തിനാലും അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുന്ന കാണിക്ക കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സത്കർമ്മങ്ങൾ കൊണ്ടോ ദൈവത്തിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കുന്നു. ഒരിക്കലും നമുക്ക് എത്താൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് നമ്മളെ രക്ഷിക്കാൻ കഴിയാത്തപ്പോൾ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി സ്വർഗത്തിൽ നിന്ന് അവൻ ഇറങ്ങി വന്നതും നമ്മളെ നമ്മുടെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ തക്കവണ്ണം അവൻ തൻ്റെ മേൽ നമ്മുടെ പാപം വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ ബലിയായി എന്നേക്കുമുള്ള പാപപരിഹാര യാഗമായി അവൻ പാപത്തിന് പരിഹാരം വരുത്തിയിരിക്കുന്നത്. അത് വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും വിശ്വാസത്താൽ രക്ഷയ്ക്ക് നമുക്ക് ഓരോരുത്തർക്കും അവകാശം അവൻ തരികയാണ്. വിശ്വസിക്കുന്നവർ വിശ്വാസത്താലാണ് ഈ രക്ഷ, പ്രവൃത്തികളാലല്ല. ആ പ്രവൃത്തികളാൽ ആർക്കും തന്നെ ദൈവത്തെ കണ്ടെത്താൻ കഴിയുകയില്ല. എന്നാൽ ദൈവം സ്വയമേ വെളിപ്പെടുത്തിയാലോ കാണാൻ പറ്റുമോ? ദൈവം സ്വയം വെളിപ്പെടുത്തിയാൽ കാണാൻ പറ്റുമോ? യോഹന്നാൻ സുവിശേഷം 1:18 നമ്മൾ വായിക്കുന്നത് ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. അതുകൊണ്ട് MM അക്ബർ സാഹിബും ഈസാ മുഹമ്മദും ഡോക്ടർ സാക്കിർ നായിക്കും ഒക്കെ പറയുന്ന പോലെ അല്ല വാക്യത്തിന്റെ അർത്ഥം. ആർക്കും കാണാൻ കഴിയാത്തവനായ പിതാവാം ദൈവം പുത്രനായ ക്രിസ്തുവിലൂടെ തന്നെ പൂർണ്ണമായി വെളിപ്പെടുത്തി തന്നപ്പോൾ ആ ക്രിസ്തുവിനെ കാണുന്നവനൊക്കെയും പൂർണ്ണമായി ദൈവത്തെ കാണുകയാണ്. ആ പൂർണ്ണതയിലേക്ക് മനുഷ്യൻ എത്തിച്ചേരണമെങ്കിൽ ശത്രുവായ പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് അവൻ കർത്താവിന്റെ അടുക്കിലേക്ക് വരണം. അവനെ മൂടി വെച്ചിരിക്കുന്ന അന്ധകാരത്തിന്റെ കണ്ണുകളെ മാറ്റി ക്രിസ്തുവിന്റെ പ്രകാശത്തിൽ നടന്നാൽ മാത്രമേ അവനെ കാണാൻ പറ്റുള്ളൂ. 10-ാമതായിട്ടും അവസാനമായിട്ടും ദൈവം ആദിയും അന്തവും ആൽഫയും ഒമേഗയും ആകുന്നു എന്ന് സജീർ ബുഹായി ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള നിർവചനം കൊടുക്കുന്നു. ഇതാരെക്കുറിച്ചാണ് പറയുന്നത്? വെളിപാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ യേശു കർത്താവ് സ്വയമേ പറയുന്ന കാര്യമാണ്. യേശു ദൈവമാണോ എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഉണ്ടെന്ന് ധൈര്യത്തോടെ പറയണം. യേശു പറഞ്ഞിരിക്കുന്നതാണ് ഞാൻ അൽഫയും ഒമേഗയും ആകുന്നു. മാത്രമല്ല ഇരിക്കുന്നവനും ഇരുന്നവനും വരുവാനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. യേശു കർത്താവ് സർവശക്തനാണ്, അവൻ കർത്താവാണ്, അവൻ ആൽഫയാണ്, അവൻ ഒമേഗയാണ്, അവൻ ഇരുന്നവനാണ്, ഇരിക്കുന്നവനാണ്, വരുവാനുള്ളവനാണ്. കാലങ്ങൾക്ക് അതീതമായിട്ടുള്ളവൻ, കാലത്തിനുള്ളിൽ ഒതുങ്ങാത്തവൻ, ത്രികാലങ്ങളുടെയും ഉടയവൻ, അവൻ മാത്രമാണ് ആരാധ്യൻ. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെളിപാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ പിന്നെയും അവൻ എന്നോട് അരുളിച്ചത് സംഭവിച്ചു തീർന്നു, ഞാൻ ആൽഫയും ഒമേഗയും ആദിയും അന്തവുമാകുന്നു. വെളിപാട് 22:13 ഞാൻ ആൽഫയും ഒമേഗയും ഒന്നാമനും ഒടുക്കത്തവനും ആദിയും അന്തവുമാകുന്നു. യേശു താൻ ദൈവമാണെന്ന് വളരെ വ്യക്തമായിട്ട് അതിൽ കൂടെ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് യേശു ദൈവമോ? അതെ. യേശു ആരാധ്യനോ? അതെ. അവൻ ആരാധന ആരുടെയും ചോദിച്ചു വാങ്ങിക്കുന്നില്ല. അവനെ കണ്ടവർ അവനെ ആരാധിച്ചിട്ടുണ്ട്. അവന്റെ ജനനം മുതൽ അവന്റെ ഉയർത്തെഴുന്നേൽപ്പ് കഴിഞ്ഞിട്ട് ഇന്നും അവനെ ആളുകൾ ആരാധിക്കുന്നെങ്കിൽ അവൻ ആരാധ്യനായതുകൊണ്ടാണ്. ആരും അവരെ നിർബന്ധിച്ചിട്ടല്ല. മറിച്ച് അവൻ അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോൾ തന്നെ ആ മാതാവിനെ കാണുവാൻ വന്നതായിട്ടുള്ള യോഹന്നാൻ സ്നാപകൻ അന്നാം എലിസബത്തിന്റെ ഉദരത്തിൽ കിടന്നുകൊണ്ട് തന്നെ ഈ കർത്താവിനെ ആരാധിച്ചിട്ടുണ്ട്. കാരണം അവൻ ത്രികാലങ്ങളിലും ആരാധ്യനായതുകൊണ്ട്. ഈ കർത്താവിനെ നമുക്കൊന്ന് സ്തുതിക്കാം, ആരാധിക്കാം. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നാഥാ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ.